ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എപ്പോഴാണ് ഒരു ക്യാൻസർ സർജിക്കൽ ഓങ്കോളജിസ്റ്റിനെ കാണേണ്ടത്? ഒരാൾക്കൊരു മുഴ വരുന്നു, അത് ഓപ്പറേഷൻ ചെയ്ത് അതിൽ പാത്തോളജി റിപ്പോർട്ടിൽ ക്യാൻസർ ആണെന്ന് വന്നതിന് ശേഷമാണ് സാധാരണ നമ്മളെടുത്ത് ക്യാൻസർ സർജൻ്റെ അടുത്ത് പേഷ്യൻസ് എത്താറ്. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് രണ്ടാമതൊരു സർജറി വേണ്ടി വരുന്നു. ഏറ്റവും കൂടുതലായി കാണുന്നത് ബ്രസ്റ്റിലാണ്. പലപ്പോഴും മുഴ മാത്രം നീക്കം ചെയ്യുമ്പോൾ ആ മുഴ പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു സർജറി, അല്ലെങ്കിൽ കക്ഷത്തിലൊരു സർജറി, അല്ലെങ്കിൽ മാറ് മുഴുവൻ എടുക്കുന്നൊരു സർജറി, അങ്ങനെ വീണ്ടും സർജറി വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചിലപ്പോൾ സർജറി ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ആണെങ്കിൽ പോലും സർജറിക്ക് മുമ്പേ കൊടുക്കേണ്ട നിയോ അഡ്ജുവൻ്റ് കീമോതെറാപ്പി കിട്ടിയിട്ടില്ല എന്നൊരു പ്രോബ്ലം വരും. അങ്ങനെ പൂർണ്ണമായി മാറേണ്ട ഒരു അസുഖം പൂർണ്ണമായി മാറാത്തൊരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു മുഴ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ട് അഭിപ്രായം തേടിയിരിക്കണം. ഒരു ക്യാൻസർ സർജനെ കണ്ട് അത് ഓപ്പറേഷൻ ചെയ്യുന്നതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒപ്പീനിയൻ ആ ഡോക്ടറുടെ അടുത്ത് നിന്ന് എടുത്തിരിക്കണം. എല്ലാ മുഴകളും ഒരു ക്യാൻസർ സർജൻ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ അത് സ്വാഭാവികമായും നടക്കണമെന്നില്ല. കാരണം വലിയ വലിയ ഹോസ്പിറ്റലുകൾ മാത്രമേ ക്യാൻസർ സർജൻ ഉണ്ടാവുള്ളൂ. ക്യാൻസർ സർജൻസിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ സ്ഥിരമായി ക്യാൻസർ സർജറി ചെയ്യുന്ന ഒരു സർജൻ ആയിരിക്കണം ക്യാൻസറിന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി ക്യാൻസർ, അങ്ങനെ അല്ലെങ്കിൽ കോളൺ ക്യാൻസർ, ഇവിടെയൊക്കെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഓപ്പറേഷൻ ക്യാൻസർ സർജൻ അല്ല, അല്ലെങ്കിൽ ക്യാൻസർ സർജറി സ്ഥിരമായി ചെയ്യുന്ന സർജൻ അല്ല ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും രണ്ടാമത് സർജറി ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ പൂർണ്ണമായി മാറേണ്ട ഒരു അസുഖം അങ്ങനെ അല്ലാതാവുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാറുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ക്യാൻസർ ആകാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഓങ്കോളജിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ എടുത്തിരിക്കണം.